നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് നമുക്ക് എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നതിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതിന് നമ്മൾ ഒരു പ്രത്യേകം ഒരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മളുടെ ഡാഷ് ബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഡാഷ്ബോർഡ് ക്ലീനറാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണിക്കുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്കും ചെയ്യാൻ മറക്കരുത്. പിന്നെ സുഹൃത്തുക്കളെ, ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സൗദി അറേബ്യയുടെ മേഡ് വരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരും ഈ സൗദി മറ്റ് അറേബ്യൻ കൺട്രീസിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കമ്പനിയുടെ ഡാഷ് പോളിഷ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ നാട്ടിൽ കൂടുതൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കൂടുതൽ വിവരം എനിക്കറിയില്ല. എന്നാലും ഇത് അടിപൊളി നല്ലൊരു പ്രൊഡക്റ്റാണ്. കാരണം ഇത് മറ്റ് ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ഡാഷ്ബോർഡ് പോളിഷറും കൂടെയാണ് ഈ ഒരു മഫ് എന്ന് പറയുന്ന കമ്പനിയുടെ. പിന്നെ ഇതിൽ നമുക്ക് ഒരുപാട് ഫ്ലേവറുകളിൽ നമുക്ക് ഇത് വരുന്നുണ്ട്. ഇതിപ്പോൾ ഉള്ളത് ലൈമൂണാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഒട്ടനേകം നമുക്ക് സ്ട്രോബെറി, ഹൂദ്, അങ്ങനെ ഒരുപാട് ഫ്ലേവറിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് വരുന്നത്. ഇതിന് ഏകദേശം നമുക്ക് നമ്മളുടെ നാട്ടിൽ എത്ര കറക്റ്റ് പ്രൈസ് വരുന്നത് അറിയില്ല. ഓൺലൈനിലൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് ഇവിടെ ഏകദേശം 6 റിയാലുകളോളം നമുക്ക് ഷോപ്പുകളിലൊക്കെ വരുന്ന സൗദി റിയാലൊക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ നമ്മളുടെ കാറിൻ്റെ ഡാഷ് പോളിഷ് എങ്ങനെ നമുക്ക് വൃത്തിയാക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു സ്പ്രേ, ഈ ഒരു ഡാഷ് പോളിഷ് ഡയറക്റ്റ് നമ്മളുടെ ഡാഷിൽ എവിടെയാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ എവിടെയാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ള ഇതിലൊക്കെ നമുക്ക് ഏത് ഭാഗത്ത് ഡാഷിൻ്റെ ഏത് ഭാഗത്തൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം എന്നുള്ള അവിടെയൊക്കെ നമ്മൾ ഈ പ്രൊഡക്റ്റ് നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കോട്ടൺ ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മാറ്റം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മളിപ്പോൾ ഇവിടെ അതിൻ്റെ മുമ്പുണ്ടായിരുന്നു നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു അറിയാൻ പറ്റും ഇതിൻ്റെ മാറ്റം. നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. ഈ ഡാഷിൻ്റെ ഈ ഭാഗത്തുള്ള കളറും അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു കളറും വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല രീതിയിൽ കുറച്ച് കാലങ്ങളോളം നമ്മൾ ഇത് നിലനിൽക്കുമെന്നുള്ളത് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് അത്യാവശ്യം നല്ല ഈട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കൂടുതലായിട്ട് നമ്മളെ വാഹനം നല്ല രീതിയിൽ ഇതാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇതപ്പോൾ ഡാഷ് നമ്മളെ സ്റ്റാരിങ്ങിൽ നിങ്ങൾ കണ്ടോ, നമ്മളിത് നല്ലൊരു കോട്ടൺ തുണി എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തുടച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാറ്റം ആ ഒരു ഡാഷിൽ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് നോക്കുക, ഈ ഭാഗത്തൊക്കെ നല്ല ചളി വേറൊരു ഡാഷ് തന്നെ വേറൊരു രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് തുടച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു മാറ്റം നമുക്ക് അവിടെ അറിയാൻ പറ്റും. മൊത്തത്തിൽ നല്ല ഒരു ഫിനിഷിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.